അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മംഗലാപുര ഭാഗത്തും പരിസരത്തും സുന്നികളായ എത്രയോ ആളുകൾ സലഫികളുടെ മദ്രസകളിലേക്ക് കുട്ടികളെ പഠിക്കാൻ വേണ്ടി അയക്കുന്നു എന്നുള്ളതാണ്. വളരെ ഖേദകരം തന്നെയാണ്. ഉലമാക്കൾ വ്യക്തമായി തന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. സലഫി മുജാഹിദുകളുമായി സലാം പറയാൻ പാടില്ല, അവരെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല, അവരുടെ ജുമാക്ക് പോകാൻ പാടില്ല എന്നൊക്കെ ഉലമാക്കൾ ഫത്വ പുറപ്പെടുവിക്കുകയും ആർക്കും തന്നെ തർക്കമില്ലാതെ അവർ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ സുന്നികളായ ആളുകൾ അവരുടെ മദ്രസകളിലേക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അയക്കുന്നു. എത്രയോ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അത് വളരെയേറെ ഖേദകരം തന്നെയാണ്. അങ്ങനെ കുട്ടികൾ ഇൽമു പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയച്ചാൽ പിന്നീട് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് കേടായി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ആ കുട്ടികൾ സലഫിയുടെയും മുജാഹിദിൻ്റെയും ആശയങ്ങളും ആദർശങ്ങളും ചെറുപ്പത്തിലെ പഠിച്ച് വളർന്ന് അങ്ങനെ വലുതായി കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടികൾ വഹാബിസത്തിലേക്ക് പോയാൽ, മുജാഹിദിലേക്ക് പോയാൽ, സലഫി ആശയത്തിലേക്ക് പോയാൽ അതിനൊക്കെ ഉത്തരവാദി നിങ്ങളുടെ കുട്ടികൾ അല്ല, നിങ്ങളെ രക്ഷിതാക്കളായ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ ഗൗരവത്തിൽ പരിഗണിച്ചില്ല എങ്കിൽ, കണക്കിലെടുത്തിട്ടില്ല എങ്കിൽ നാളെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയാണ്. ഇത്തരം രക്ഷിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ സലഫികളോ മുജാഹിദുകളോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ കുട്ടികൾ കിട്ടൂല. മാത്രമല്ല, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ വീട്ടിൽ ജനാസ നിങ്ങൾ വെച്ചാൽ, മയ്യത്ത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ നിങ്ങളുടെ തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും ഖുർആൻ ഓതാൻ, യാസീൻ ഓതാൻ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉപകരിക്കൂല. ആ വീട്ടിൽ നിന്ന് മയ്യത്ത് ഇറക്കി ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊണ്ടുപോകുന്ന ജനാസൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പെടൂല. കാരണം നിങ്ങളുടെ കുട്ടികൾ സലഫികൾ മുജാഹിദുകളായി മാറുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ ഖബറിൻ്റെ അടുത്ത് തൽഖീനോദാൻ കുട്ടികൾ ഉണ്ടാവൂല, തസ്ബീത്ത് ചെല്ലാനുണ്ടാവൂല, മറമാടിക്കഴിഞ്ഞാൽ സിയാറത്ത് ചെയ്യാനുണ്ടാവൂല. 3ന്റെ ദുആവും 7ന്റെ ദുആവും 40ന്റെ ദുആവും ആണ്ട് കഴിക്കലും ഇതൊക്കെയും നിങ്ങൾക്ക് ആ കുട്ടികൾ കിട്ടൂല. പിന്നീട് വഹാബികളായി പോയാൽ, സലഫികളായി പോയാൽ നിങ്ങളുടെ മക്കൾ മാത്രമല്ല അവരുടെ സന്താന പരമ്പരയായി വരുന്ന മുഴുവനും ആളുകൾ പുത്തനാശയക്കാരായി മാറിയാൽ രക്ഷിതാക്കളെ നിങ്ങൾ കാരണമാക്കി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു പോകുന്നത് വലിയ നഷ്ടമാണത്. അതുകൊണ്ട് കുട്ടികളെ മുജാഹിദിൻ്റെയും സലഫിയുടെയും മദ്രസയിലേക്ക് അയക്കാൻ പാടില്ല. ഉലമാഇൻ്റെ ഫത്വകളാണത്. അമ്പിയാക്കന്മാർ അവരുടെ മക്കൾക്ക് വസിയത്ത് ചെയ്തത് എന്താണ്? നിങ്ങൾ ഹക്കായ മതത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ മാതൃക രക്ഷിതാക്കളായ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വസിയത്ത് ചെയ്യണം. നിങ്ങളുടെ മക്കൾ യാസീൻ ഓതുന്ന മക്കളാകണം, സലാം പറയുന്ന മക്കളാകണം, മരിച്ചു കഴിഞ്ഞാൽ ഖുർആൻ ഓതുന്ന മക്കളാകണം, 3ന്റെയും 7ന്റെയും 40ന്റെയും ദുആ കഴിക്കുന്ന മക്കളാകണം. ആകണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ മദ്രസയിലേക്ക് അയക്കണമെന്നാണ് ഇത്തരം രക്ഷിതാക്കളോട് പറയാനുള്ളത്. ഖുർആൻ അമ്പിയാക്കന്മാരുടെ വസിയ്യത്ത് നോക്ക് നിങ്ങൾ. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും തൻ്റെ മക്കളോട് വസിയത്ത് ചെയ്യുന്നത്, കുഞ്ഞു മക്കളെ, നിങ്ങൾക്ക് പരിശുദ്ധ ഹക്കായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ, ആ ദീനിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹക്കായ ദീനിൽ തന്നെ ഉറച്ചു നിന്ന് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, യഥാർത്ഥ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. അതാണ് അവർ വഫാത്തിൻ്റെ വേളയിൽ തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വസിയത്ത് രക്ഷിതാക്കളും നിങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു തആല ചോദിക്കുന്നു, മൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പരിശുദ്ധമായ ദീനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിൻപറ്റിയത്. പരമ്പരാഗതമായ വന്നിട്ടുള്ള ആ ദീനിനെയും വിട്ട് മറ്റൊന്നിലേക്ക് തെറ്റുന്നവൻ വിഡ്ഢിയാണ് എന്ന് നബി അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്ക് നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാശയക്കാരും വഹിച്ചവരാണ്. സലഫിയാകട്ടെ, മുജാഹിദാകട്ടെ, തബ്ലീഗാകട്ടെ, ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ, എല്ലാവരും പേച്ചവരാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് പറയുന്നു, വഇൻ റആഹന്നാസു ഹസന, അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാലും ശരി, സുബ്ഹാനല്ലാഹ്, അവരുടെ മദ്രസ സെറ്റപ്പുകളും അവരുടെ ഖുർആൻ ഓതുന്ന ശൈലികളും അവരുടെ ദിക്റുകളും അവരുടെ സിസ്റ്റമുകളും അത് നിങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് തോന്നിയാലും അത് പുത്തനാശയമാണോ, പേഴ്ചത് തന്നെയാണെന്ന് അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. പണക്കാരായ ഒരുപാട് ആളുകൾ സുന്നി മദ്രസയിലേക്ക് അയക്കാതെ അവരുടെ സൗകര്യങ്ങളും അവരുടെ സിസ്റ്റമുകളും അവരുടെ രീതികളും നോക്കി അവർ സലഫി മുജാഹിദിൻ്റെ മദ്രസയിലേക്ക് അയക്കുന്നുണ്ട് എങ്കിൽ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നിയാലും പുത്തനാശയമാണോ, പേച്ചത് തന്നെയാണ്. ആ പഴച്ച ആശയത്തിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അയക്കാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ സമിയ മിൻ മുബ്തദഇൻ ലം യൻഫഹുല്ലാഹു ബിമാ സമിയ. പുത്തനാശയക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശയം അവൻ കേട്ട് പഠിക്കുകയാണെങ്കിൽ അല്ലാഹു തആല പുത്തനാശയത്തിൽ നിന്ന് പഠിച്ച ആ ആശയം ഇവനിക്ക് ഉപകരിക്കൂല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ പുത്തനാശയക്കാരുടെ പക്കൽ നിന്ന് ഖുർആനോ മറ്റതോ പഠിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ ആശയങ്ങൾ അവർ അറിയാതെ, കുട്ടികൾ അറിയാതെ അവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് വിശ്വാസമാണ്. അവർക്ക് ഇൽമു ഉപകരിക്കുന്നതിനേക്കാളും ഏറ്റവും അവർക്ക് നഷ്ടം സംഭവിക്കുന്നത് അവരുടെ വിശ്വാസമാണ്. ഇമാം സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ തന്നെ ഇമാം ഫുളൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇയ്യാക അൻ തജ്ലിസ മഅ സാഹിബി ബിദ്ആ. പുത്തനാശയക്കാരുമായി നീ കൂടെ ഇരിക്കല്ല, നീ സൂക്ഷിച്ചോ. ഫഇന്നി അഖ്ശാ അലൈക മഖ്തല്ലാഹ്, ഞാൻ നിന്റെ മേൽ അല്ലാഹുവിൻ്റെ ശാപം ഇറങ്ങൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫുളൈൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നും അതുപോലെ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നവരെ ഹദീസ് കാണാം, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. ഓ ജനങ്ങളെ, ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ദീനാണ്. മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ദീനാണ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഖുദൂനഹു, അത് ആരുടെ വക്കൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ലോകപ്രശസ്തനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, മദഹബിന്റെ ഇമാമാണ്, ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ അതാണ് ദീൻ. ഈ മതപരമായ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ദീനാണ്. ആ ദീൻ ആരുടെ വക്കൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ തന്നെ പണ്ഡിതന്മാർ വളരെ സ്പഷ്ടമായി പറയുന്നു, അൽ ജഹ്ലും അഫ്ളലു മിൻ അഖ്ദിൽ ഇൽമിൻ അൻ നഖ്ലിൽ ബിദ്ആ. പുത്തനാശയക്കാരുടെ മദ്രസയിൽ പോയി പഠിക്കുന്നതിനേക്കാൾ, പുത്തനാശയക്കാരുടെ സദസ്സിൽ പോയി ഇൽമു പഠിക്കുന്നതിനേക്കാൾ വിവരമില്ലാതിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഉലമാക്കൾ പറയുന്നു.
എന്തേ കാരണം? അവരുടെ ഇൽമു കിട്ടുന്നതിന് പകരം അവരുടെ കൂടെ ചേർന്ന് അവരുടെ മദ്രസയിൽ പോയി നിന്റെ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ലാ യുത്ലബുൽ ഇൽമു മിൻഹും വലാ യുത്ലബു അലൈഹിം. അതുകൊണ്ട് അവരുടെ പക്കൽ നിന്ന് ഇൽമു പഠിക്കരുത് മോനെ. فوالله لأن يبقى جاهلا سليم القلب والفطرة والقلب خير له من أن يتعلم من صاحب الهوى فتفسد عقيدته ويفسد منهجه. അവരുടെ പക്കൽ നിന്ന് ഇൽമു പഠിച്ച് നിന്റെ വിശ്വാസങ്ങളും നിന്റെ ആദർശങ്ങളും നഷ്ടപ്പെടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നീ യഥാർത്ഥ വിശ്വാസമുള്ളവനായി, വിവരമില്ലാത്ത യഥാർത്ഥ വിശ്വാസമുള്ളവനായി നീ നിനക്ക് മരിക്കലാണ് ഖൈറ് എന്ന് ഉലമാക്കൾ എഴുതി വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, സഹോദരന്മാരെ, ഇത്തരം കുട്ടികളെ, ഇത്തരം രക്ഷിതാക്കളെ ബോധവൽക്കരണം നടത്തൽ ഉലമാഇന്റെ ബാധ്യതയാണ്, ആലിമീങ്ങളുടെ ബാധ്യതയാണ്. ഒരുപാട് സംഘടനകളുണ്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനകൾ ഇതിനിക്ക് ബദൽ സംവിധാനം കണ്ടില്ല എങ്കിൽ ഉലമാക്കളോടും ഹിസാബുണ്ടാകും, നാളെ പരലോകത്തിൽ ചോദ്യമുണ്ടാകും. ഉലമാക്കൾ മാത്രമല്ല, ആ ഉലമാക്കൾക്ക് ദീനീ പ്രചരണം നടത്താൻ, ദീനീ ദഅവത്ത് നടത്താൻ അതിനിക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കൽ ഉമറയുടെ ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സിംഫാനി മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട രണ്ട് വിഭാഗം, ഇദാ സ്വലഹ സ്വലഹൻ നാസു കുല്ലുഹും, അവർ നന്നായി കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവനും നന്നാകും. വഇദാ ഫസദ ഫസദൻ നാസു കുല്ലുഹും, അവർ വെടക്കായി കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവനും വെടക്കാകും. അൽ ഉലമാ വൽ ഉമറാ, ദീനിന്റെ നേതൃത്വം കൊടുക്കേണ്ടത് ആലിമീങ്ങളും ഉമറാക്കന്മാരാണ്. ഉലമാക്കൾ ദീനി ദഅവത്ത് നടത്തുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഉമറാക്കളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതെനിക്ക് ഉലമാവും ഉമറാവും ബദൽ സംവിധാനങ്ങൾ, ആ സുന്നികളായ ആളുകൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസങ്ങൾ, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വേണ്ടുന്ന വിദ്യാഭ്യാസങ്ങൾ നൽകിയില്ല എങ്കിൽ, അതിനിക്ക് സംവിധാനങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ ഉലമാക്കളോടും ഉമറാക്കളോടും ഹിസാബുണ്ടാകുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.